ഈ പോസ്റ്റ് ചെയ്ത് വരണം, അങ്ങനെയാണുള്ളത്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഇത് തന്നെയല്ലേ? അല്ല, ഇന്നത്തെ പിന്നെ യോഗത്തിന്റെ അജണ്ട കേസ് മാത്രമല്ല, പൗരത്വ ബില്ലിൽ ഇപ്പോൾ റൂൾസൊക്കെ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളത് മൊത്തത്തിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞത് സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് ഇന്നലെ ആവർത്തിക്കുകയും ചെയ്തു. അത് ആശാസ്യകരമായ ഒരു കാര്യമല്ല CM-ന്റെ. അല്ല, അത് പിന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത്. അതാണ് വിഷയം. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയമപരമായി പരിശോധിക്കണം. അതായത് ഉണ്ടാക്കിയിരിക്കുന്ന സമിതിയിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു അപ്രമാദിത്വമുള്ള രീതിയിലൊക്കെയാണ് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ കേരളം മാത്രമല്ലല്ലോ, തമിഴ്നാട് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും. തമിഴ്നാട്ടിലിപ്പോൾ നമ്മളും ഗവൺമെന്റിലുള്ളതാണ്, അവിടുത്തെ ഭരണകക്ഷിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം ഒന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ഞങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഞങ്ങളെ വക്കീൽമാരൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. കോടതിയിൽ മുഴുവൻ കൊണ്ട് ഞങ്ങൾ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വക്കീൽമാരെ കപിൽ സിബിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തിന് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുകയാണ്. ഞങ്ങളുടെ മെമ്പർമാർ ഈ ടീം അതുപോലെ തന്നെ സമദാനിയൊക്കെ ലോക്സഭയിൽ ഇതിനെ സംബന്ധിച്ച് വളരെയധികം പഠിച്ചവരാണ്, നല്ല അവഗാഹമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നത്തെ മീറ്റിങ്ങിന് ഹാജരാകുന്നുണ്ട്. അതൊക്കെ ഇനി രണ്ടാമത് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നാ നോക്കേണ്ടത്. പ്രക്ഷോഭത്തിലെല്ലാവരും ഉണ്ട്. പ്രക്ഷോഭത്തിൽ BJP അല്ലാത്ത എല്ലാവരും ഉണ്ടാവും. അതാണ് പറഞ്ഞത്. അതാണ് ഞങ്ങൾ ഇന്നലെ തന്നെ ഫയൽ ചെയ്തത്. ഇനി കോടതിയാണ് ആ കേസിന്റെ ഒപ്പം പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കായിരുന്നു. പൗരത്വ നിയമം എന്ന സാഹചര്യത്തിൽ എങ്ങനെ അത് നേരിടണമെന്ന് വിലയിരുത്താനാണ് ലീഗിന്റെ അടിയന്തര യോഗം ചേരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്.